യേശുക്രിസ്തുവിൽ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും നല്ല വചനം പേജിലൂടെയുള്ള രക്ഷാ നഷ്ടവാദത്തെ സംബന്ധിച്ച പഠന പരമ്പരയുടെ 43-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എബ്രായലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിന്റെ വിശദീകരണമാണ്. ഈ വാക്യത്തിന്റെ വിശദീകരണത്തിൽ ഈ 9-ാം വാക്യത്തിൽ പറയുന്ന കാര്യം എന്താണ്? അത് രക്ഷാനഷ്ടത്തെക്കുറിച്ചാണോ അതോ മറ്റേതെങ്കിലും പ്രത്യേക വിഷയത്തെക്കുറിച്ചാണോ എന്ന ഒരു പരിശോധന ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ഇവിടെ വായിക്കുന്നത്, തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യ രക്ഷയുടെ കാരണഭൂതനായി ക്രിസ്തു തീർന്നു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്ന ഏവർക്കും അവിടുന്ന് നിത്യ രക്ഷയുടെ കാരണഭൂതൻ ആയി തീർന്നു. ഏറെ സംശയം ഉളവാക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു പദപ്രയോഗമാണ് ഈ 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഈ വാക്യാംശത്തിന്റെ വ്യാഖ്യാനമായി ചിലർ പറഞ്ഞു വയ്ക്കുന്നത്. അതിന്റെ മോളത്തെ വാക്യം കൂടെ ഈ ബന്ധം ഞാൻ വായിക്കട്ടെ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഇവിടെ തന്നെ അനുസരിക്കുന്ന എന്ന വർത്തമാനകാല രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവസാനത്തോളം കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്ന, അനുസരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ നിത്യരക്ഷ ലഭിക്കുകയുള്ളൂ എന്നും, ഇടയ്ക്ക് അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നും വ്യാഖ്യാനിക്കുന്നു ഒരു പറ്റം ആളുകൾ. ആ ബന്ധത്തിൽ എങ്ങനെ നമുക്ക് ഈ വചനഭാഗത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കും? ഇത് നിത്യരക്ഷയുടെ നഷ്ടമാണോ അതോ മറ്റേതെങ്കിലും കാര്യമാണോ? എന്തിനാണ് അപ്പോസ്തലൻ ഈ പ്രസ്താവന ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ പറയപ്പെടുന്ന ആശയം ഇവിടെ ആരെയും പ്രത്യേകമായി ഉദ്ദേശിച്ച് പറയുന്ന ആശയമല്ല. അവസാനം വരെ ഒരു വ്യക്തി നിലനിൽക്കുന്നത് കൊണ്ടല്ല ആത്മരക്ഷ ലഭിക്കുന്നത്. ഇപ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തി എപ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമോ ആ മാത്രയിൽ തന്നെ അവര് രക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത പഠിപ്പിക്കലാണ്. ഈ ബന്ധത്തിലാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, 1 യോഹന്നാൻ 5-ന്റെ 12-ാം വാക്യം, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, 1 തെസ്സലോനിയർ 5-ന്റെ 10-ാം വാക്യം, ഈ വാക്യങ്ങളിലെല്ലാം ഒരു വ്യക്തി കർത്താവായ യേശുവിനെ എപ്പോൾ രക്ഷിതാവായി സ്വീകരിക്കുമോ അപ്പോൾ തന്നെ അവൻ രക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് ദൈവവചനം സ്ഥാപിച്ച് പറയുകയാണ്. എന്നാൽ ഇവിടെ ഈ എബ്രായലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം എങ്ങനെയാണ് നമുക്ക് രക്ഷയുടെ നഷ്ടമല്ല എന്ന് പറയാൻ സാധിക്കുക? ഈ വചനഭാഗം വായിക്കുമ്പോൾ ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ലേഖനകാരൻ ഒരു ഫാക്ട്, അതായത് ഒരു വസ്തുത പറയുകയാണ്. ഒരു വസ്തുത പറയുമ്പോൾ സാധാരണ നിലയിൽ അത് വർത്തമാനകാല രൂപത്തിൽ പ്രയോഗിക്കുന്നതാണ് ഭാഷയുടെ പ്രയോഗത്തിൽ ഏറ്റവും ഉത്തമമായിട്ടിരിക്കുന്നത്. അതനുസരിച്ച് അല്ലെങ്കിൽ വർത്തമാന രൂപത്തിൽ അതനുസരിച്ച് ഏവർക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇവിടെ ഏവർക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനു മുമ്പ് വിശ്വസിച്ചവർക്ക് മാത്രം രക്ഷയുണ്ട് എന്ന് വ്യാഖ്യാനിക്കേണ്ടതായി വരും. ഇവിടെ പറയുമ്പോൾ തന്നെ അനുസരിക്കുന്നവർക്ക് തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതൻ ആയി തീർന്നു കർത്താവായ യേശു. ഇത് വർത്തമാനകാല രൂപത്തിലാണ് പറയുന്നത്. അനുസരിച്ച ഏവർക്കും എന്നാണ് പറയുന്നെങ്കിൽ, അതായത് അനുസരിക്കുന്ന ഏവർക്കും എന്നതിന് പകരം അനുസരിച്ച ഏവർക്കും എന്ന ഭൂതകാല രൂപത്തിലാണ് പറയുന്നതെങ്കിൽ, അതിനു മുമ്പ് വിശ്വസിച്ചവർക്ക് മാത്രം രക്ഷയുണ്ട് എന്നും അതിനുശേഷം വിശ്വസിക്കുന്ന ആർക്കും രക്ഷയില്ല എന്നും പറയേണ്ടതായി വരും. പിന്നീട് ഇപ്പോഴുള്ളവർക്കും ആർക്കും രക്ഷയില്ല എന്ന് സ്ഥാപിക്കേണ്ടതായി വരും. ഇവിടെ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് മാത്രം
രക്ഷ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1-ാം നൂറ്റാണ്ടിന് ശേഷം ഇങ്ങോട്ട് വിശ്വസിച്ചു വന്നവരായ ആളുകൾക്ക് ആർക്കും രക്ഷ ഇല്ല എന്ന് പറയാൻ ആർക്കാണ് അധികാരം? ദൈവവചനം അങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? അങ്ങനെയല്ല. ആകയാൽ വർത്തമാനകാല പ്രയോഗ രീതിയാണ് ശരി. തന്നെ അനുസരിക്കുന്ന ഏവർക്കും, തന്നെ അനുസരിച്ച ഏവർക്കും എന്നല്ല, തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷ എന്നാണ് പറയുന്നത്. ഇവിടെ പൗരോഹിത്യ അടിസ്ഥാനത്തിലാണ് രക്ഷ എന്ന വിഷയം സ്ഥാപിക്കുന്നത്. 5-ാമത് എബ്രായലേഖനം 5-ാം അധ്യായവും എബ്രായലേഖനം 7-ാം അധ്യായവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അഹരോന്യ ക്രമപ്രകാരവും മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ഇരുവിധ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞു വരികയാണ്. അഹരോന്റെ ക്രമപ്രകാരമാണെങ്കിൽ യേശു ക്രിസ്തുവിന് പുരോഹിതനായിരിക്കാൻ സാധിക്കത്തില്ല. അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, പൗരോഹിത്യം അഹരോന്റെ ക്രമത്വം ലേവിയ ഗ്രഹത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ഏൽപ്പിച്ചു കൊടുത്തൊരു ശുശ്രൂഷയാണ്, ഒരു പദവിയാണ്. ലേവിയ ഗ്രഹത്തിൽ അഹരോന്റെ ആൺമക്കള് അവർ തലമുറയായി അവരാണ് ഇസ്രായേലിന്റെ പൗരോഹിത്യ പദവി അവർ കൈകാര്യം ചെയ്യുന്നത്. ക്രിസ്തുവാകട്ടെ യഹൂദാ ഗോത്രത്തിൽ ജനിച്ച വ്യക്തിയാണ്. യഹൂദാ ഗോത്രത്തിൽ ജനിച്ചവരോട് ആരോടും പൗരോഹിത്യം സംബന്ധിച്ച് ഒരു വാക്കുപോലും കർത്താവ് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ എങ്ങനെ പുരോഹിതനായി ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുക? അപ്പൊ നമ്മുടെ രക്ഷയെ എങ്ങനെയാണ് പൗരോഹിത്യ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാനായിട്ട് ക്രിസ്തുവിന് സാധിക്കുക? ന്യായപ്രമാണത്തിന്റെ കീഴിലാണല്ലോ അഹരോനും അവന്റെ ആൺമക്കളും പുരോഹിതന്മാരായി വരുന്നത്. അങ്ങനെ വരുമ്പോൾ ക്രിസ്തു ന്യായപ്രമാണ പ്രകാരം ഭൂമിയിൽ വന്നവനാണ്, ന്യായപ്രമാണത്തിന്റെ വിരോധിയായി വന്നവനല്ല. എന്നാൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അവന് പുരോഹിതനായിരിക്കുവാൻ സാധിക്കത്തുമില്ല. കാരണം അവന് യഹൂദാ ഗോത്രത്തിൽപ്പെട്ടവനാണ്. അവിടെ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, പുരോഹിതന്മാരെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ ഒരു എക്സംഷൻ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കുണ്ട്. അത് അഹരോന്യ ക്രമത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു ക്രമമാണെന്ന് ഇവിടെ അപ്പോസ്തലൻ സ്ഥാപിക്കുകയാണ്. അതെന്താണ്? അഹരോന്യ ക്രമപ്രകാരം യാഗാർപ്പകനും യാഗവസ്തുവും രണ്ടാണ്. യാഗം അർപ്പിക്കുന്നയാളും യാഗവസ്തുവും രണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഇസ്രായേലിൽ പാപം ചെയ്താൽ അവന്റെ ധനത്തിന്റെയോ പ്രതാപത്തിന്റെയോ മഹത്വത്തിന്റെയോ അടിസ്ഥാനത്തിൽ അവന് ഒന്നുകിൽ ഒരു കാളക്കിടാവിനെ, അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയെ, അല്ലെങ്കിൽ ഒരു കോലാട്ടുകൊറ്റനെ, അല്ലെങ്കിൽ ചെറു കുറുപ്രാവിനെ കൊണ്ടുവന്ന് യാഗം കഴിക്കുന്നു. ആ യാഗവസ്തുവിന്മേൽ തന്റെ കൈ വെക്കുന്നു, തന്റെ പാപം ആ മൃഗത്തിന്റെ മേൽ അല്ലെങ്കിൽ പക്ഷിയുടെ മേൽ ചുമത്തുന്നു, അതിനെ അറുക്കുന്നു, അതിന്റെ രക്തമെടുത്ത് വിശുദ്ധമെന്നിൽ തളിക്കുന്നു, അതിന്റെ മാംസം ഈ യാഗപീഠത്തിന്മേലെ എരികനിൽ അത് യാഗമാക്കി തീർക്കുന്നു. അങ്ങനെ അത് വെണ്ണീറായി കഴിയുമ്പോഴാണ് യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നതായി ബോധ്യപ്പെടുന്നത്. ഇവിടെ ഈ ക്രിസ്തു അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമായ പൗരോഹിത്യമുള്ള ആളാണ്. അതുകൊണ്ട് ന്യായപ്രമാണപ്രകാരമുള്ള യാഗകർമാദികളാൽ അല്ലെങ്കിൽ പൗരോഹിത്യ വ്യവസ്ഥിതികളാൽ ദൈവസന്നിധിയിലുള്ള മീഡിയേറ്ററി പ്രയർ മുഖാന്തരമായി ഏകദേശം സകലവും ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് എബ്രായലേഖനക്കാർ പറയുമ്പോൾ, ക്രിസ്തുവിന്റെ അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമായ മഹാപൗരോഹിത്യ ശുശ്രൂഷ കൊണ്ട് സമ്പൂർണമായ ശുദ്ധീകരണവും സമ്പൂർണമായ രക്ഷയും സ്ഥാപിക്കുന്നു. അതെങ്ങനെ സാധിക്കും? ക്രിസ്തു ഈ ലേവിയ ഗ്രഹത്തിൽപ്പെട്ടവനല്ലായകയാൽ, അഹരോന്യ കുലത്തിൽപ്പെട്ടവൻ അല്ലായകയാൽ, ന്യായപ്രമാണത്തിന് കീഴിലുള്ള ന്യായപ്രമാണ പ്രകാരമുള്ള ഈ യാഗം അവൻ അർപ്പിക്കുന്നില്ല. മറിച്ച് അതിന് മീതെയുള്ള ശ്രേഷ്ഠമായ യാഗമാണ്. അതുകൊണ്ടാണ് യാഗ അർപ്പകനും യാഗവസ്തുവും താൻ തന്നെയായി മാറി. കർത്താവായ യേശു തന്നെത്താൻ യാഗമായി ഏൽപ്പിച്ചു കൊടുത്തു. അത് കർത്താവും പറഞ്ഞല്ലോ യോഹന്നാൻ സുവിശേഷത്തിൽ, എന്റെ ജീവനെ വെച്ചുകൊള്ളുവാനും അതിനെ തിരികെ പ്രാപിക്കുവാനും എനിക്ക് അധികാരം ഉണ്ട്. അപ്പൊ ഇവിടെ വായിക്കുന്നാണല്ലോ, ജനത്തിന്റെ പാപപരിഹാരത്തിനായിട്ടാണ് മഹാപുരോഹിതൻ ദൈവസ്ഥാനം നിൽക്കുന്നത്. അതിന്റെ പൊരുളായി ക്രിസ്തു വന്നു, ആകയാൽ ഇനിയും പഴയ നിയമ പൗരോഹിത്യം ആവശ്യമില്ല എന്ന് ഈ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ തെളിയിക്കുകയാണ്. ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ മാത്രം മതി. ന്യായപ്രമാണത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ, കർമ്മകാണ്ഡങ്ങൾ, കഴികലുകൾ, പുണ്യതീർത്ഥങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കർത്താവായ യേശു ന്യായപ്രമാണത്തിന് മീതെ പുരോഹിതനായി, അഹരോന്റെ ക്രമത്തിന് മീതെ പുരോഹിതനായി, യാഗാർപ്പകനും യാഗവസ്തുവും താൻ തന്നെയാക്കി ന്യായപ്രമാണത്തിന്റെ എല്ലാ റിക്വയർമെന്റും തന്റെ യാഗമണ്ഡലത്തിൽ നിവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? യേശു ക്രിസ്തു മുഖാന്തരം തന്നോട് അടുത്തു വരുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതനായി അവിടുന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവർക്ക് നിത്യരക്ഷ ലഭിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ
മാത്രം മതിയാകും. എന്നാൽ ഈ വിശ്വാസത്തിലും ഒരു ജീവിത വശമുണ്ട്, അത് തള്ളിക്കളയാൻ ഒക്കുകയില്ല. ആ ജീവിതവശം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഈ എബ്രായ വിശ്വാസികളിൽ ഒരുപറ്റം ആളുകൾ പരാജയപ്പെട്ടു. അത് മുഖാന്തരം നിത്യ രക്ഷയുടെ ജീവിതവശം, അതായത് യേശു ക്രിസ്തു മുഖാന്തരമായി അവർക്ക് സംജാതമായ രക്ഷയുടെ ജീവിതവശം അല്ലെങ്കിൽ ദേഹി വശം അവർക്ക് നഷ്ടമായി. അപ്പൊ ഈ ലോക ജീവിതത്തിൽ ദേഹിയുടെ സ്ഥാനത്ത് അവർ അനുഭവിക്കേണ്ടിയിരുന്ന ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ അവസരമില്ലാതെ അവർ മരിച്ചു മാറ്റപ്പെടുകയോ ഒക്കെയായി ചെയ്തു. അത് വരാതിരിക്കാൻ കൂടിയാണ് നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക ഉള്ള കൽപ്പന തിമോഥെയോസിന്റെ 1 ലേഖനം 6:12 കർത്താവ് ഈ അപ്പോസ്തലൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിലും അനുസരണം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശിലെ അനുസരണമാണ് നമ്മുടെ രക്ഷയെ നമുക്ക് പ്രാപ്യമാക്കിയത് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ ഈ വാക്യത്തിൽ നമ്മെ അപ്പോസ്തലൻ അനുസ്മരിപ്പിക്കുന്നു. ഇവിടെ ആത്മരക്ഷയുടെ നഷ്ടത്തെക്കുറിച്ച് ഗമ്മ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളത് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ.